ആദ്യം തന്നെ ഈ ഒരു വിധിയെ, ഈ ഒരു കോടതി വിധിയെ സപ്പോർട്ട് ചെയ്യുന്ന എത്ര ആൾക്കാരുണ്ട്? ഒന്ന് കമന്റ് ചെയ്യും. ഏതായാലും ഷിംജിതക്ക് ജാമ്യമില്ല. ജാമ്യ അപേക്ഷ തള്ളി കോടതി, അല്ലേ? ചുരുക്കി പറഞ്ഞാല് ഈ ഒരു വിധി എല്ലാവരും ആഗ്രഹിച്ച മാതിരി ഇത്തരം ഒരു വിധി ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന എത്ര ആൾക്കാരുണ്ട്? ആദ്യം തന്നെ ഒന്ന് കമന്റ് ചെയ്യട്ടോ. പ്രത്യേകിച്ച് ജനങ്ങള് ഈ ഒരു വിധിയെ, അല്ലേ, ഇത്തരം ഒരു കോടതി വിധി ഒറ്റക്കെട്ടായി ജനങ്ങൾ കൈയടിച്ച് സപ്പോർട്ട് ചെയ്യുകയാണ്. വലിയ സപ്പോർട്ടാണ്, വലിയ കയ്യടിയാണ് ജനങ്ങളിൽ നിന്ന് ലഭിക്കുന്നത്. എല്ലാവരും ആഗ്രഹിച്ച മാതിരി ഷിംജിതയെ പിടിച്ച് ജയിലിലാക്കി അവൾക്ക് അതിൻ്റെതായ തക്കതായ ശിക്ഷ ലഭിക്കണം. പ്രത്യേകിച്ച് ദീപക് എന്ന സഹോദരനും അവൻ്റെ കുടുംബത്തിനും നീതി ലഭിക്കണം. ഇനി നമ്മൾക്ക് ഇടയിൽ ഷിംജിതയെ പോലെയുള്ള ആളുകൾ വരരുത്. അവർക്കൊരു പാഠമാണ്. തീർച്ചയായിട്ടും 100% ഞാൻ ഈ കോടതി വിധിയെ സപ്പോർട്ട് ചെയ്യുന്നു. ഒറ്റക്കെട്ടായിട്ട് ജനങ്ങൾ കൈയടിച്ച് സ്വീകരിക്കുകയാണ്, സ്വാഗതം ചെയ്യാണ് ഈ ഒരു വിധിയെ. വളരെ നന്നായി. പിടിക്കപ്പെട്ട് ജയിലായി, അല്ലേ, ജാമ്യാപേക്ഷ കോടതി തള്ളുകയാണ്. ഏതായാലും ഒരു രക്ഷയില്ല, അടിപൊളി. എല്ലാവരും വിചാരിച്ച മാതിരി. പ്രത്യേകിച്ച് ഈ ഒരു ദീപക് എന്ന സഹോദരന് എന്തുകൊണ്ട് ആത്മഹത്യ ചെയ്തു? ഉത്തരം ഒന്നേ ഉള്ളൂ, ഇവളെ കൊണ്ടാണ്, അല്ലേ? അത്രയും ആൾക്കാരുടെ ഇടയിൽ മാനം കെടുത്തി ബസലാക്കി ആ ഒരു കാര്യത്തിന്റെ പേരിലാണ് ദീപക് ആത്മഹത്യ ചെയ്തത്. ഇതാണ് ആത്മഹത്യ പ്രേരണ കുറ്റം. തീർച്ചയായും ഇതുപോലുള്ള അവസ്ഥകൾ ഇനി കേരളത്തിൽ വരാതിരിക്കട്ടെ. ഇതിന് വരാൻ കാരണത്തിയായ ഷിംജിത എന്ന പെണ്ണ് തക്കതായ ശിക്ഷ ലഭിക്കട്ടെ. അത് അനുഭവിക്കന്നെ വേണം. ഏതായാലും ഈ ഒരു വിധി, കോടതിന്റെ ഈ ഒരു തക്കതായ വിധിയെ ജനങ്ങൾ ഒറ്റക്കെട്ടായി സപ്പോർട്ട് ചെയ്യാണ്. അപ്പൊ നിങ്ങളും ഈ ഒരു വിധിയെ എങ്ങനെ കാണുന്നു, എങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നു? വിലപ്പെട്ട കമന്റുകൾ അടിയിൽ രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.